അത് അത്രയ്ക്ക് നല്ല പെയിന്റിങ്സ് ആണ്, കണ്ടാൽ വളരെ ഇംപ്രസീവ്. അതുകൂടാതെ ചെറുപ്പക്കാരെ വളർത്തുന്നതിൽ അദ്ദേഹം വളരെയേറെ ശ്രദ്ധാലുവാണ്. സ്റ്റുഡൻസിന് വളരെ പ്രചോദനമായ രീതിയിൽ അവർക്ക് പെയിന്റിങ്ങിന് ആവശ്യമായ സംഗതികളും ഉപദേശങ്ങളും കൊടുക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ആർട്ട് വിഷയങ്ങളിലും പാട്ടിനും മറ്റെല്ലാ സംഗീതത്തിനുമൊക്കെ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. മാസം തോറും ഒരു പ്രോഗ്രാം ഫൈൻ ആർട്സ് സ്കൂളിൽ വെച്ച് നടത്തുന്നുണ്ട് എന്നുള്ള, അതിനെ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടെന്നുള്ള ഒരു വലിയ കാര്യമാണ്. വലിയ മറ്റുള്ള അസോസിയേഷന് പോലും അതിങ്ങനെ കൃത്യമായിട്ട് ഫൈൻ ആർട്സ് സൊസൈറ്റിക്ക് അല്ലാതെ വേറെ ആർക്കും അങ്ങനെ എല്ലാ മാസവും നടത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ വളരെയേറെ നല്ല കാര്യങ്ങൾ, ഇത് മാത്രമല്ല മാത്രമല്ല സോഷ്യൽ ആസ്പെക്റ്റിനെ കുറിച്ചും ജനങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചും അറിയാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിനുള്ള കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ മകൾ സിനിയും കൂടെ ഉള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പം അവരെല്ലാവരും ഇപ്പോൾ ഡെഡിക്കേറ്റഡ്, ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടറിയാം, ഈസ് ഡെഡിക്കേറ്റഡ് ടു ദിസ് കോസ്. ചില മനുഷ്യർക്കറിയാം ആത്മാർത്ഥത, അത് നമുക്ക് ഇൻറ്റിമസി അതറിയാം. അദ്ദേഹത്തിൻ്റെ പരിപാടികൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇത് മാത്രമല്ല, ഇന്നിവിടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ചീഫ് ഇൻകം ടാക്സ് കമ്മീഷണർ ഇവിടെയുണ്ട്. അദ്ദേഹവുമായി ഞാനുമായിട്ട് വളരെ കാലത്തെ പരിചയം ഉണ്ട്. അദ്ദേഹം കൈരളി തുടങ്ങുന്ന സമയത്ത്, കൈരളി ആർട്സ് തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ വേറെ എങ്ങും ഒരു ഫ്ലാറ്റില്ല. ആദ്യമായിട്ടാണ് കേരളത്തിൽ തുടങ്ങുന്നത്. അന്ന് ഞാൻ മേനോൻബയിലെ അഡ്വക്കേറ്റാണ്, ബാരിസ്റ്റർ കുര്യൻ അവിടെയുണ്ട്. എൻ്റെ വൈഫിൻ്റെ കസിനായ മാത്തൻ സാറും ഇദ്ദേഹവും കൂടെ സ്ഥിരമായിട്ട് മേനോൻബൈ വരും. പക്ഷെ അതിനെങ്ങനെ ടാക്സ് ഉണ്ടാക്കണം, ഇതിനെങ്ങനെ ചാർജ് ചെയ്യണം, കോർപ്പറേഷനോ ഗവൺമെൻറ്റിനോ അതിനെക്കുറിച്ച് പിടിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ആദ്യം ഒരു ഫ്ലാറ്റ് ഇവിടെ ഉണ്ടാക്കുകയും ചെയ്ത അദ്ദേഹം, ഇത് മാത്രമല്ല ഇന്നത്തെ പോലെയല്ല ചീഫ് ഇൻകം ടാക്സ് കമ്മീഷൻ. അദ്ദേഹം ചീഫ് ഇൻകം ടാക്സ് കമ്മീഷൻ ആയിരിക്കുമ്പം ഏതാണ്ട് സൗത്ത് ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കീഴിലായി. ഇന്നിപ്പം കളക്ടർ അപ്പീൽസ് പോലും മദ്രാസിൽ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഇന്നത്തെ കാര്യമല്ല, ഇന്നത്തെ പോലെ അല്ല എന്ന് മാത്രമല്ല, പഴയ IRS ഇന്നത്തെ IRS ഓഫീസേഴ്സ് തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. കാരണം കാലത്തിൻ്റെ പോക്കും നമ്മുടെ സമൂഹത്തിൻ്റെ പോക്കും ഒക്കെ ഉണ്ട്. പഴയ IAS ഓഫീസർ, ICS ഓഫീസർ, IRS ഓഫീസർ ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു രീതിയിൽ ഇന്ന് മാത്രമല്ല കലാപരിപാടികളിൽ അദ്ദേഹം വലിയൊരു മ്യൂസീഷ്യനാണ്. ഇപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ തബല കളി കാണാം, തബല കാണാം. അദ്ദേഹത്തിൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല കവിതകൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പം ബഹുമുഖ പ്രതിഭയുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് ഇവിടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രസന്റ് കൊടുക്കുവാനായിട്ട് കലാവേദിയിൽ വളരെ പ്രശസ്തനായ വ്യക്തിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് ശ്രീ കലാധരൻ നെയ്ക്കത്തിന്, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ കലാധരൻ എന്നാണ്. കലയിൽ പ്രാമുഖ്യത്തിൽ എല്ലാ തരത്തിലും നമ്മളെ വളരെയേറെ ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഇന്ന് കുട്ടികൾക്കും രണ്ട് കുട്ടികൾക്കും അവാർഡ് കൊടുക്കുന്നുണ്ട്. കാരണം അത് അടുത്ത ജനറേഷനെ എങ്ങനെ വളർത്തണമെന്നുള്ളതിന് ശ്രീ KL ജോർജിൻ്റെ ഒരു വലിയൊരു മഹത്തായ ചിന്താഗതിയാണ്. ഇങ്ങനെ സമൂഹത്തിനെ വളർത്താനും സമൂഹത്തിനോട് പ്രവർത്തിക്കുന്നതിനുമായിട്ട് കൂടുതൽ ആൾക്കാരുണ്ടാകുവാനും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ മറ്റുള്ളവർക്ക് പ്രചോദനം ഉണ്ടാകുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ മദർ തെരേസയുടെ നാമത്തിലാണ് ഇതുള്ളത്. ഞാൻ മദർ തെരേസയുടെ കബറിങ്ക പോയിട്ടുണ്ട്, 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രാവശ്യം വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. സമൂഹ പ്രതിബദ്ധത, ജാതിമത ഭേദമന്യേ എവിടെ പാവപ്പെട്ടവരുണ്ടോ, എവിടെ വഴി കിടക്കുന്ന ആൾക്കാരുണ്ടോ, ആരുമില്ലാതെ കിടക്കുന്നുണ്ട്, അവരെ സംരക്ഷിച്ച് അവർക്ക് വേണ്ടി ജീവൻ കളഞ്ഞ പ്രവർത്തിക്കുവാനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മദറായിരുന്നു മദർ തെരേസ. മദർ തെരേസയുടെ നാമത്തിലുള്ള അവരുടെ ജന്മദിനത്തിൽ തന്നെ ഈ മീറ്റിംഗ് കൂടുവാനും ഇങ്ങനെ ഈ മീറ്റിംഗ് ഇനോഗ്രേറ്റ് ചെയ്യാനും ഭാഗ്യം കിട്ടതിൽ എന്നെ വിളിച്ചതിലും ഞാൻ KL ജോർജിനോടും ഫാമിലിയോടും മോളോടും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെയേറെ സന്തോഷകരമായ ഒരു രീതിയിലേക്ക് വരുന്നു. വളരെ സന്തോഷത്തോടുകൂടി കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ ഓണത്തിൻ്റെ കാലത്ത്
ഓണത്തിൻ്റെ എല്ലാ ആശംസകളും ഫെസ്റ്റിവലിൻ്റെ എല്ലാ ആശംസകളും നൽകിക്കൊണ്ട് എല്ലാവർക്കും എല്ലാം നന്ദി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമ്മേളനം ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.